എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് നാമി അവളാണെങ്കില് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിയെത്തും. പക്ഷെ അപ്പോഴേക്കും ട്രെയിൻ വിട്ട് ദൂരേക്ക് പോയിട്ടുണ്ടാവും. ഉടനെ അവള് ഒരുപാട് ദേഷ്യത്തിൽ പൗലിയോട് പറയും, എനിക്ക് എങ്ങനെയെങ്കിലും ആ തീവണ്ടിയിൽ കയറി പറ്റണം. സോ എത്രയും പെട്ടെന്ന് ഒരു വലിയ കപ്പല് എനിക്ക് റെഡിയാക്കി തരണം. പൗലി ചോദിക്കും, നീ എന്താ പറയണേ? കപ്പലോ? ഓൾറെഡി അക്വാലോഗ് വന്നോണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമില് ഒരു കാരണവശാലും നമുക്ക് കപ്പലിൽ ട്രാവൽ ചെയ്യാൻ കഴിയില്ല. നീ ഈ സിറ്റിയിലെ ജനങ്ങളെ അവരെ കാണുന്നില്ലേ? അക്വാലോഗ് പേടിച്ച് എല്ലാവരും സേഫ് ആയ സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണോ നീ അക്വാലോഗിന് കുറുകെ ട്രാവൽ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ച് പൗലി ദേഷ്യപ്പെടും. പക്ഷെ നാമി ആണെങ്കിൽ അവൾ അടിച്ചു പറയും, എന്തൊക്കെ സംഭവിച്ചാലും ഈ ഭൂമി കുലുങ്ങി വീണാലും എനിക്ക് ആ തീവണ്ടിയിൽ കയറി പറ്റിയേ പറ്റൂ. അതല്ലാതെ എന്റെ മുൻപിൽ വേറെ വഴിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് ഒരു അട്ടിയിടി ബഹളം. നാമി പറയും, ഞങ്ങൾക്ക് വേണ്ടിയാണ് റോബിൻ അവളുടെ ജീവൻ തന്നെ ഇപ്പൊ ത്യജിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അവരെ തേടി ഞാൻ പോകുമെന്ന് പറയുമ്പോഴേക്കും പൗലി അവളെയും ആ റെയിൽവേ സ്റ്റേഷനിലെ 2 ഉദ്യോഗസ്ഥരെയും തൂക്കിയെടുത്ത് ദൂരേക്ക് പോകും. ഉടനെ അവര് ഷോക്കായിട്ട് എന്തു പറ്റി, എന്താ ഉണ്ടായെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും ആ അക്വാലോഗ് അത് ഓൾമോസ്റ്റ് പകുതിയോളം സിറ്റിയെ വിഴുങ്ങിക്കഴിഞ്ഞു. വലിയൊരല അത് നമ്മുടെ ആൾക്കാർക്ക് നേരെ വീശി അടിച്ചപ്പോഴാണ് പൗലി അവരെ 3 പേരെ തൂക്കിയെടുത്ത് അതിന്റെ മുകളിലേക്ക് വന്നത്. പൗലി പറയും, അക്വാലോഗിന്റെ പവർ കണ്ടോ? അത് ഇത്തവണ വളരെ സ്ട്രോങ് ആയിട്ടാണ് സിറ്റിയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പൗലി കാര്യമായിട്ട് പറയുമ്പോഴായിരിക്കും ഏതോ ഒരുത്തൻ നാമിയുടെ അടുത്തേക്ക് വരിക. അവൻ നാമിയോട് പറയും, നിന്റെ ഒരു ഫ്രണ്ട് ഒരു ലെറ്റർ നിനക്ക് തരാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ലെറ്ററിന്റെ തുടക്കത്തില് നാമിയെ വർണ്ണിച്ച് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിരിക്കും. അവൾക്കത് കാണുമ്പോൾ തന്നെ പിടികിട്ടും അത് മറ്റാരുടെ ലെറ്റർ അല്ല, സാക്ഷാൽ സാഞ്ചിയുടെ ലെറ്റർ ആണ്. സാഞ്ചി ആണെങ്കില് അതിന്റെ സെക്കൻഡ് പാരഗ്രാഫില് ഉസോപ്പിനെയും ഫ്രാങ്കിയെയും നേവി ബേസിലുള്ളവര് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അവരും ഈ തീവണ്ടിയിലുണ്ട്. മാത്രമല്ല റോബിനെയും ഞാൻ കണ്ടുമുട്ടി, അവളും ഇതേ ട്രെയിനിൽ തന്നെയുണ്ട്. പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് ഞാൻ എത്രയും പെട്ടെന്ന് അവരുമായിട്ട് തിരികെ വരും. നീ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നെഴുതി അവൻ കത്ത് ചുരുക്കും. നാമിക്കാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ആശ്വാസമാവും. സാഞ്ചി ആ ട്രെയിനില് റോബിനോടൊപ്പം പോയിട്ടുണ്ട്. നാമി പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ആ നേവി ബേസിൽ എത്തണം. സോ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവള് പൗലിയോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാഞ്ചി അവനൊരു സിഗരറ്റ് ഒക്കെ കത്തിച്ച് അങ്ങനെ ഹായായിട്ട് ട്രെയിനിൽ നിൽക്കുകയാണ്. ഇവിടെ നാമി ആണെങ്കിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ചോപ്പറിനോട് പറയും. ഉടനെ ചോപ്പർ അവൻ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. അപ്പൊ സാഞ്ചിയും ഉസോപ്പും അവർ രണ്ടുപേരും ആ തീവണ്ടിയിലുണ്ടല്ലേ. അവർ രണ്ടുപേരും അതിലുള്ള സ്ഥിതിക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെങ്ങനെയെങ്കിലും റോബിനെ സേവ് ചെയ്യും. ഉടനെ നാമി പറയും, നമുക്കിപ്പോ സോറയെയും ലൂഫിയെയും അവർ രണ്ടുപേരെയും കണ്ടുപിടിക്കണം. ഒരു തെറിച്ചു പോയ സ്ഥലം അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അവിടേക്ക് പോയി അവരെയും കണ്ടുപിടിച്ച് ഒരു കപ്പൽ സെറ്റ് ചെയ്ത് നമുക്കും അവരുടെ പിന്നാലെ പോണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഒരുപാട് ജനങ്ങളെയൊക്കെ വിളിച്ച് ലൂഫിയെയും സോറയെ അന്വേഷിച്ച് വീണ്ടും മുൻപോട്ടേക്ക് ഓടും. കട്ട് ചെയ്ത സാഞ്ചി ആ ട്രെയിനിന്റെ അകത്തേക്ക് കയറാൻ ഡോർ തുറക്കാൻ ശ്രമിക്കും. അപ്പോഴായിരിക്കും ഒരു സോൾജിയർ ഡോർ തുറന്ന് പുറത്തേക്ക് വരിക. അത് കാണേണ്ട താമസം സാഞ്ചി അവനൊരൊറ്റ ചവിട്ട് കൊടുത്ത് ആ സോൾജിയറിനെ അകത്തേക്ക് തെറിപ്പിക്കും. എന്നിട്ട് ക്യാഷ്വലായി സാഞ്ചി അകത്തേക്ക് കയറി ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ചുറ്റും നോക്കും. അപ്പൊ ഒരുപാട് മിലിറ്ററി ഓഫീസേഴ്സ് അവർ ഗണ്ണൊക്കെ പോയിന്റ് ചെയ്ത് അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ആ ടീമില് ഹൈറ്റുള്ള ഒരുത്തൻ അവനവന്റെ കൈ അങ്ങനെ നീട്ടി സാഞ്ചിയെ നോക്കി അറഞ്ചം പൊറഞ്ച് ഇട്ടിക്കും. പക്ഷെ സാഞ്ചിക്കാണെങ്കിൽ ഒരു പോറല് പോലും പറ്റില്ല. അവനിപ്പോ ആ വില്ലന്റെ തൊട്ട് പുറകിൽ വന്ന് നിൽക്കും. ഉടനെ സാഞ്ചി അവൻ അങ്ങനെ കറങ്ങി ഒരൊറ്റ അടി അടിക്കും. ആ ഒരു അടിയില് ഹൈറ്റുള്ള വില്ലൻ അവൻ കറങ്ങി അടിച്ച് താഴെ വീഴും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ ലൊച്ചയും ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ഏതൊക്കെ കമ്പാർട്ട്മെന്റില് ആരൊക്കെയാണ് ഉള്ളത് എന്ന് കറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്. അതേസമയം ഇവിടെ നാമി അവളാണെങ്കിൽ ലൂഫിക്ക് കൊടുക്കാൻ ആ റെയിൽവേ ഉദ്യോഗസ്ഥരോട് ഒരുപാട് മീറ്റ് ആവശ്യപ്പെടും. ഉടനെ വമ്പൻ ആവേശത്തില് ഫുഡ് കളക്ട് ചെയ്യാൻ അവർ ഉഷാറായിട്ട് ഓടും. അപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ. ചോപ്പറിനാണെങ്കിൽ ഇപ്പൊ കറക്റ്റ് ആയിട്ട് സ്മെല് ചെയ്യാനോ ആൾക്കാരെ സെൻസ് ചെയ്യാനോ ഒന്നും തന്നെ കഴിയില്ല. ഇവിടെ പൗലിയും ഒരു കൂട്ടം ജനങ്ങളും അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം കടലാണെങ്കിൽ ഒരുപാട് ദൂരത്തേക്ക് ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. പൗലി ഉറപ്പിച്ചു പറയും, ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഉറപ്പായിട്ടും വലിയൊരു അപകടം സിറ്റിക്ക് നേരെ വരാൻ പോവാണ്. എല്ലാവരും
വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് നാമിയും ആ കാഴ്ച കണ്ട് കടൽക്കരയിലേക്ക് വരും. അപ്പോഴായിരിക്കും ആ കുഞ്ഞു പെണ്ണ് അവള് ദൂരത്തായിട്ട് ചുമരുകൾക്കിടയിൽ ഇറങ്ങിക്കിടക്കുന്ന നമ്മുടെ ലൂഫിയെ നാമിക്ക് കാണിച്ചു കൊടുക്കുക. അത് കണ്ട് നാമി അവൾ ഷോക്കാവും, ഹാപ്പിയാവും. നാമി എടുത്തു ചാടി ഇപ്പൊ ലൂഫിയെ രക്ഷപ്പെടുത്താൻ അവിടേക്ക് ഓടും. ഗ്രാൻഡ്മയും അവിടെയുള്ള ജനങ്ങളെല്ലാവരും ഇപ്പൊ നാമിയെ വിളിച്ചു പറയും, നോ, നാമി അവിടേക്ക് പോവരുത്, അക്വാലോക് അത് വരാൻ പോവാണ്. പക്ഷെ നാമി അവളത് മൈൻഡ് പോലും ചെയ്യാതെ അങ്ങനെ ഹായായിട്ട് നിൽക്കും. നാമി ആണെങ്കിൽ ഇപ്പൊ ഒരു ബിൽഡിങ്ങിന് മുകളിലേക്ക് വലിഞ്ഞു കയറും. അതിനുശേഷം ഓരോ ബിൽഡിങ്ങുകളിലേക്ക് അവൾ എടുത്തു ചാടും. അവൾ ഓരോ തവണ ചാടുമ്പോഴും ബിൽഡിങ്ങിന്റെ മുകളിൽ ചെന്ന് അടിച്ചു വീഴും. ഒരുപാട് വേദന സഹിച്ച് അവൾ വീണ്ടും വിട്ടുകൊടുക്കാതെ ലൂഫിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളാണെങ്കിൽ അത് കണ്ട് വണ്ടടിച്ചിരിക്കും. അവർക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. അപ്പൊ അതിൽ കുറച്ചു പേര് പറയും അവളുടെ കഴിവും പവറും ഹാർഡ് വർക്കും സ്വന്തം ടീംമേറ്റിനോടുള്ള സ്നേഹമൊക്കെയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും പവർഫുൾ ആയ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മറ്റു ചിലരാണെങ്കിൽ ഇപ്പൊ നാമിയെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉടനെ അവരെല്ലാവരും അക്വാലോക് പേടിച്ച് പുറകിലേക്ക് മാറാൻ തുടങ്ങും. പക്ഷെ പൗലി മാത്രം അവിടെ തന്നെ നിൽക്കും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ചോപ്പർ അവൻ ഇപ്പോഴും സോറയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. അങ്ങനെ ഒരുപാട് നേരം അവിടെ മുഴുവൻ നോക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ടൊരു ബിൽഡിങ്ങിന്റെ മുകളില് സോറോ തലകീഴായി പെട്ടുകിടക്കുന്നത് കാണാം. ഇതാ ഇവിടെ നാമി അവള് റോബിനെ ഓർത്തുകൊണ്ട് തന്നെ മുൻപോട്ട് ഉഷാറായിട്ട് ഓടും. ഓൾറെഡി നല്ല മഴ ആയതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് ഇപ്പൊ പ്രോപ്പറായിട്ട് ഓടാൻ കഴിയില്ല. കുറച്ചു ദൂരം കൂടെ മുൻപോട്ട് ഓടുമ്പോ അവളുടെ കാല് വഴുതി അങ്ങനെ അട്ടിച്ച് താഴെ വീഴും. ശ്വാസം വലിച്ചു വലിച്ച് നാമി അവള് വീണ്ടും എഴുന്നേറ്റ് മുൻപോട്ട് കുതിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത വലിയൊരു അക്വാലോക് അതങ്ങനെ സിറ്റിയെ ലക്ഷ്യമാക്കി പാഞ്ഞെടുക്കുന്നുണ്ട്. ഇവിടെ നാമി ആണെങ്കിൽ ലൂഫി സ്റ്റക്കായി നിൽക്കുന്ന ആ ബിൽഡിങ്ങിന്റെ അടുത്തെത്തി. പക്ഷെ ആ ഒരു ബിൽഡിങ്ങിലേക്ക് പോകണമെങ്കിൽ വലിയൊരു ഗ്യാപ്പ് അത് നാമി ഫില്ല് ചെയ്യണം. പക്ഷെ അത്രയും വലിയ ഗ്യാപ്പ് അവൾക്ക് എടുത്തു ചാടാൻ കഴിയില്ല. അവൾ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് കൂലങ്കക്ഷമായിട്ട് ആലോചിക്കും. കട്ട് ചെയ്താ ഇവിടെ ചോപ്പർ അവനും ഒരു കണക്കിന് ഓടിയും ചാടിയും ഇപ്പൊ സോറോ തൊട്ടടുത്തെത്തി. ചോപ്പർ വിളിച്ചു ചോദിക്കും, സോറോ നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ചോപ്പറിന്റെ സൗണ്ട് കേട്ട് സോറോക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷാവും. ഇവിടെ നാമി ആണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ പേര് വിളിച്ച് നിലവിളിക്കാൻ തുടങ്ങും. നാമി ദേഷ്യപ്പെട്ട് പറയും, ലൂഫി നീ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? നീ ഈ രണ്ട് ബിൽഡിങ്ങുകൾക്കിടയില് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണോ? എങ്ങനെയെങ്കിലും പുറത്തു വായോ. നമ്മുടെ റോബിനെ അവര് കൊണ്ടുപോയി. ആക്ച്വലി നമുക്ക് വേണ്ടിയാണ് അവൾ ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് നാമി അവള് പൊട്ടിക്കരയാൻ തുടങ്ങും. ലൂഫിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവനങ്ങനെ ഫ്രീസായിട്ട് നിൽക്കും. അവളുടനെ നടന്ന എല്ലാ കാര്യങ്ങളും ലൂഫിയോട് ഡീറ്റെയിൽ ആയിട്ട് പറയും. ലൂഫി പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, എന്ത് വില കൊടുത്തും റോബിനെ നമ്മൾ തിരികെ പിടിക്കുമെന്ന് പറഞ്ഞ് ലൂഫി അവൻ ചെറുതായി ഒന്ന് പുറത്തേക്ക് നോക്കും. അപ്പ അവൻ കാണും വലിയൊരു തിരമാല ഇപ്പൊ സിറ്റിയെ ലക്ഷ്യമാക്കി അങ്ങനെ പാഞ്ഞടുക്കാണ്. ജനങ്ങളാണെങ്കിൽ പേടിച്ചു വരച്ച് പിന്നിലേക്ക് ഓടും. കാരണം ഇത്രയും വലിയ തിരമാല അതിതുവരെ സിറ്റിയിലേക്ക് ആഞ്ഞടിച്ചിട്ടില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ചോപ്പർ അവനിപ്പോ സോറയുടെ കാലിൽ പിടിച്ചു വലിച്ച് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കും. പക്ഷെ സോറോ അവിടെ ജാമായിട്ടിരിക്കുകയാണ്. അവരെ കൊണ്ട് പുറത്തേക്ക് വരാൻ കഴിയില്ല. സോറോ എന്റെ സ്ക്വാഡ് അത് നീ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് ചോപ്പർ പറയും, ഉണ്ട്, അതെന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അത് സോറോ കയ്യിൽ കൊടുക്കും. അതേസമയം ആ വലിയ തിരമാല അതിപ്പോ ലൂഫി കുടുങ്ങിക്കിടക്കുന്ന ആ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്തെത്തി. ലൂഫി അവന്റെ ഫുൾ പവർ എടുത്ത് രണ്ട് ബിൽഡിങ്ങിനെയും രണ്ട് വശത്തേക്ക് തള്ളി മാറ്റി പുറത്തേക്ക് എടുത്ത് ചാടും. ലൂഫി ആണെങ്കിൽ ഇപ്പൊ നാമി തൂക്കിയെടുത്ത് അവിടുന്ന് ഉഷാറായിട്ട് കുതിച്ചു പായും. മറ്റൊരു ഭാഗത്ത് സോറോ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ആ ഒരു ഭാഗം അത് തല്ലി തകർക്കും. പക്ഷെ എന്താ, ആ തിരമാല അവർക്ക് നേരെ ആഞ്ഞടിക്കും. അത് കണ്ട ചോപ്പർ അവൻ സോറയെ തൂക്കിയെടുത്ത് ഇപ്പൊ കര ലക്ഷ്യമാക്കി അങ്ങനെ എടുത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ചാടി ഓടിയും നമ്മുടെ 4 ആൾക്കാരും ഇപ്പൊ സേഫായി കരയിലേക്ക് വരും. പൗലി ആണെങ്കിൽ ഒരു കയറ് വെച്ച് അവരെ 4 പേരെയും വീണ്ടും ഒരുപാട് ദൂരേക്ക് വലിച്ചു കൊണ്ടുപോകും. അപ്പോഴേക്കും ആ വലിയ അല അതാ സിറ്റിയിലേക്ക് ഇടിച്ചു കയറി ബ്രിഡ്ജും ബിൽഡിങ്ങുകളും ഒക്കെ തകർത്ത് കളയും. ഇവിടെ നമ്മുടെ ചെക്കന്മാരും നാമിയും അവരെല്ലാവരും ഇപ്പൊ സേഫാണ്. അവര് പൗലിയോട് താങ്ക്സ് പറയും. താങ്ക് യു സോ മച്ച്, നിങ്ങളാണ് ആക്ച്വലി ഞങ്ങളെ രക്ഷിച്ചത്. അപ്പ ഗ്രാൻഡ് അവിടേക്ക് വന്ന് പറയും, ഞാൻ കരുതിയത് നിങ്ങൾ 4 പേരും ആ അലയിൽ പെട്ടുപോയെന്നാണ്.
നാമിയാണെങ്കിൽ നടന്ന കാര്യങ്ങളും ഇനി ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ വില്ലൻ ഏജന്റിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ ഭയങ്കര സന്തോഷം. കാരണം അവനാണെങ്കിൽ CP9 ഒരുപാട് പവർ കൂടുതലായിട്ട് കൊടുത്തു. 5 വൈസ് അഡ്മിറൽസിനെയും അവരുടെ മിലിറ്ററി ഫോഴ്സിനെ ഒക്കെ ആവശ്യമെങ്കിൽ വിളിച്ചു വരുത്താനും സഹായം അഭ്യർത്ഥിക്കാനും ഒക്കെ ഇപ്പൊ CP9 സാധിക്കും. അതിനെല്ലാം ഉപരിയായിട്ട് അവൻ ഇത്രയും നാളും അന്വേഷിച്ച് നടന്ന CP9 ഒരു മെമ്പർ റോബിൻ അവളെ ഇപ്പോ കണ്ടുകിട്ടിയിരിക്കുകയാണ്. മാത്രമല്ല അവന് റിവഞ്ച് തീർക്കാനുള്ള ഫ്രാങ്കിയെയും ഇപ്പൊ കയ്യിൽ കിട്ടി. ഏറ്റവും ഉപരിയായി ആ പ്ലൂട്ടോന്റെ ബ്ലൂ പ്രിന്റും ഏകദേശം അവന് കിട്ടാനായി കഴിഞ്ഞു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാഞ്ചി അവൻ ഓരോ കമ്പാർട്ട്മെന്റിലുള്ള നേവി ആൾക്കാരെയും തല്ലി തകർത്ത് അടുത്തടുത്ത ബോഗികളിലേക്ക് അങ്ങനെ ഹായായിട്ട് വരും. അതേസമയം ഇവിടെ ലൂഫി അവൻ പറയും ഇനി ഒന്നും നോക്കാനില്ല, ഒരു കപ്പലെടുത്ത് എങ്ങനെയെങ്കിലും അവരെ ഫോളോ ചെയ്ത് കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മുടെ ആൾക്കാര് ഫുൾ പവറില് പോവാൻ തയ്യാറാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.